ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. തയ്യൽ അറിയാത്തവർക്ക് പോലും തയ്ക്കാൻ പറ്റുന്ന ഒരു ടോപ്പാണ്. കാരണം അത്ര സിമ്പിളാണ് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. ഇത് സർക്കിൾ ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് പാവാടയുടെ കൂടെയും അതുപോലെ തന്നെ ജീൻസിൻ്റെ കൂടെയും ഇടാൻ പറ്റുന്ന ഒരു തരം ടോപ്പാണ്. അപ്പോൾ ആദ്യമേ തന്നെ ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു സർക്കിൾ ടോപ്പ് വേണമെന്ന് ആവശ്യമുള്ളവർ എനിക്ക് ഇൻസ്റ്റഗ്രാമിലോ വാട്സപ്പിലോ മെസ്സേജ് അയക്കുക. ഇതിൻ്റെ 2 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഒന്ന് ബ്ലാക്ക്, ഈ കാണുന്ന ബ്ലാക്കും, പിന്നെ ഒന്ന് നേവി ബ്ലൂവിൽ ഈ സെയിം ഡിസൈൻ വരുന്നത്. അപ്പോൾ വളരെ നല്ല മെറ്റീരിയലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ക്വാളിറ്റി മെറ്റീരിയലാണ്, നല്ല റേറ്റുള്ള മെറ്റീരിയലാണ്. ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് വരുന്നത് 350 ആണ്, വെറും 350 റുപ്പീസിനാണ്. അപ്പോൾ ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്താലും മതിയാവും. അതുപോലെ തന്നെ എല്ലാ സൈസിലും അവൈലബിൾ ആണ്. സ്മോൾ, മീഡിയം, ലാർജ്, എക്സൽ അങ്ങനെ എല്ലാ സൈസിലും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക. ഇനി നമുക്ക് ഈ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ 1 മീറ്റർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഈ മെറ്റീരിയൽ നല്ല വീതിയുള്ള മെറ്റീരിയലാണ്. 62 ഇഞ്ച് വീതിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് 1 മീറ്ററാണ് എടുത്തത്. വീതി കുറവുള്ള മെറ്റീരിയൽ, അതായത് 44 ഇഞ്ചിൻ്റെയൊക്കെ മെറ്റീരിയൽ ആണെങ്കിൽ 1.5 മീറ്റർ മെറ്റീരിയൽ എടുക്കേണ്ടതാണ്. ഇനി നമുക്ക് ഇത് ആദ്യമേ തന്നെ ഫോൾഡ് ചെയ്തിടാം. അപ്പോൾ ആദ്യമേ തന്നെ ഇത് കണ്ടോ, ഞാനൊന്ന് 2ആയിട്ട് നീളത്തിൽ മടക്കിയിട്ടിരിക്കുകയാണ് ഇതേപോലെ. അപ്പോൾ ഇത് തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. അതിൻ്റെ മുകളിലായിട്ട് വരുന്നത് ഫോൾഡഡ് സൈഡാണ്. ഇനി നമുക്കിത് ഇങ്ങോട്ട് ഒന്നുകൂടെ മടക്കിയിടാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ നീളത്തിൽ 2ആയിട്ട് മടക്കി, ഇനി വീതിയിൽ 2ആയിട്ട് മടക്കിയിടാം. അപ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നമ്മുടെ ഫോൾഡഡ് സൈഡാണ്. കണ്ടോ, ഇത് ഫോൾഡഡ് സൈഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമാണ്. ഇവിടെ കണ്ടോ, ഇതേപോലെ 2 ഫോൾഡഡ് സൈഡ് വരുന്നുണ്ട്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് നമ്മുടെ തുറക്കാൻ പറ്റുന്ന ഭാഗമാണ്. അവിടെ നമുക്ക് 4 പീസ് തുണിയാണ് വരുന്നത്. അപ്പോൾ ഫോൾഡിങ് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇനി നമുക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. ആദ്യമേ തന്നെ ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ 26 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇത് ജീൻസിൻ്റെ കൂടെ ഇടുന്ന ടോപ്പ് ആയതുകൊണ്ട് ഇത്രയും ലെങ്ത് മതിയാവും. ക്രോപ്പ് ടോപ്പ് ആണല്ലോ, അപ്പോൾ അതിനാവശ്യത്തിന് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബാക്കിയുള്ള അളവുകൾ മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യമേ തന്നെ ഷോൾഡറാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടോ, ഈ ഫോൾഡഡ് സൈഡിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അളവുകൾ മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ കുർത്തിയിലൊക്കെ മാർക്ക് ചെയ്യുന്ന പോലെ തന്നെ മാർക്ക് ചെയ്താലും മതിയാവും. അപ്പോൾ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. ഞാൻ ബോട്ട് നെക്കാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് 7 ഇഞ്ച് എടുത്തത്. അതിനുശേഷം അവിടെ നിന്ന് താഴേക്ക് കൈക്കുഴിയും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതേപോലെ. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ വണ്ണത്തിൻ്റെ 4/1 കൂടെ ആവശ്യത്തിന് ലൂസ് കൂടെ ആഡ് ചെയ്തിട്ട് ഇതേപോലെ വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഒരുപാട് ലൂസ് വേണ്ട, ഒരു 2 ഇഞ്ചോളം തന്നെ ലൂസ് മതിയാവും. കണ്ടോ, ഇതേപോലെ വണ്ണം കൂടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് കഴുത്താണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ കഴുത്തിൻ്റെ വിട്ടെന്ന് പറയുന്നത് 3.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. ലെങ്ത് ഏകദേശം ഒരു 3.5 ഇഞ്ച് 4 ഇഞ്ച് ആ ഒരു അളവിൽ ലെങ്തും എടുത്തിട്ടുണ്ട്. ബോട്ട് നെക്കാണ്. എന്നിട്ട് നമുക്ക് ഈ 2 പോയിൻ്റ് തമ്മിൽ ചേർത്തിട്ട് സ്ക്വയർ ഷേപ്പ് വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ ഉള്ളിൽ നെക്കിൻ്റെ ഷേപ്പ് ഇതേപോലെ ബോട്ട് നെക്കിൻ്റെ ഷേപ്പും വരച്ചു കൊടുത്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ നെക്കിൻ്റെ മാർക്കിങ്ങും, അതും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഈ ഷോൾഡർ മാർക്ക് ചെയ്ത പോയിൻ്റില്ലേ, അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സ്ലീവിൻ്റെ ലെങ്താണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 12 ഇഞ്ച് അത്രയും ലെങ്തിലാണ് സ്ലീവ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കണ്ടോ, അപ്പോൾ ഈ പോയിൻ്റ് നമ്മളൊന്ന് ഓർത്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ താഴെ ലെങ്ത് മാർക്ക് ചെയ്ത ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ പോയിന്റിലോട്ട് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കണം. അതായത് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത സ്ലീവിൻ്റെ ലെങ്തും ഈ ഒരു ലെങ്തും തമ്മിൽ ഒന്ന് റൗണ്ട് ഷേപ്പിൽ വരച്ചെടുക്കാം. ഇപ്പോൾ ഞാൻ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാകുന്നില്ലേ ഏത് പോയിൻ്റ് തമ്മിലാണ് ജോയിൻ ചെയ്തതെന്ന്? അപ്പോൾ ഇതേപോലെയൊന്ന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ വരച്ചെടുത്താൽ മതി. അപ്പോൾ ഇത്രേ ഉള്ളൂ ബേസിക് ആയിട്ടുള്ള മാർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ആദ്യമേ തന്നെ ഈ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് ശേഷം ബാക്കി ആ റൗണ്ട് ഷേപ്പിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് കാണിക്കാവേ. കണ്ടോ, ഇപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ് എന്ന് പറയുന്നത്. കണ്ടോ, കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അവസാനമായിട്ട് നമുക്ക് 2 സൈഡും കൂട്ടിയടിക്കുന്നതിനുള്ള ആ ഒരു മാർക്കിംഗ് കൂടെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വണ്ണം മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് 8.5 ഇഞ്ചാണ് കറക്റ്റ് വണ്ണം വേണ്ടത്. അപ്പോൾ ഞാൻ ഇതൊരു ക്രോപ്പ് ടോപ്പ് ആയതുകൊണ്ട് 1 ഇഞ്ച് ലൂസ് ഇട്ടിട്ട് 9.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊന്ന് ചരിച്ച് വരച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിന് കൃത്യമായിട്ടൊരു അളവൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. അത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുത്താൽ മതിയാവും.
അപ്പോൾ ഇത് വരച്ചെടുക്കുമ്പോൾ ചോക്ക് കൊണ്ട് കുറച്ച് കട്ടിയിൽ തന്നെ വരച്ചെടുക്കണം. കാരണം നമുക്ക് ഇത് തിരിച്ചിട്ട് അടുത്ത സൈഡിൽ ഇതൊന്ന് പതിപ്പിച്ചെടുക്കേണ്ടതാണ്. ഈ അളവൊന്ന് പതിപ്പിച്ചെടുക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ചൊന്ന് ഡാർക്കൻ ചെയ്ത് കണ്ടോ ഇതേപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ഈ അളവ് അടുത്ത സൈഡിൽ കിട്ടാനായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. കണ്ടോ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ കൂടെ ഈ ഒരു മാർക്കിംഗ് ഒന്ന് ആക്കിയെടുക്കണം. കണ്ടോ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതാ ഇത് തിരിച്ചെടുക്കുമ്പോഴേക്കും ഈ ഒരു സൈഡിൽ കൂടി ആ ഒരു മാർക്കിങ് പതിഞ്ഞ് വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇതൊന്ന് ഡാർക്കൻ ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു അളവുകൾ മാർക്ക് ചെയ്തെടുക്കേണ്ടത് നമ്മുടെ തുണിയുടെ നല്ല വശത്താണ് കേട്ടോ. നല്ല വശത്ത് വെച്ചിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഇതൊന്ന് തുറന്ന് നോക്കുമ്പോഴത്തേക്കും കണ്ടോ നമ്മുടെ സർക്കിൾ ടോപ്പിൻ്റെ സർക്കിൾ വന്നിട്ടുണ്ട്. ഇതൊരു ഓവൽ ഷേപ്പിലാണ് ഇരിക്കുന്നത്, പക്ഷേ നമുക്കിതിനെ സർക്കിൾ എന്നും പറയാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് സർക്കിൾ ടോപ്പ് എന്ന പേര് വന്നത്. അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഭംഗി കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇനി നമുക്ക് ഈ ടോപ്പിൻ്റെ താഴ്ഭാഗം ആദ്യമേ തന്നെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിലോട്ട് പോവുകയാണ്. അപ്പോൾ ആദ്യമേ തന്നെ ചെയ്യേണ്ടത് ഈ ടോപ്പിൻ്റെ അരികു വശം ഇതേപോലെ ചെറുതായിട്ടൊന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ റോളിംഗ് സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി. ആ മെഷീനുള്ളവർ അങ്ങനെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഞാൻ ഈ താഴ്ഭാഗം കംപ്ലീറ്റ് ആയിട്ട് റൗണ്ട് ഷേപ്പിലും ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ റൗണ്ട് ഫുള്ള് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടോ ചെറുതായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതാണ് ഭംഗി. വീതിയിൽ മടക്കുമ്പോഴത്തേക്കും അത്ര ഭംഗി ഉണ്ടാവില്ല. അടുത്തായിട്ട് നമുക്ക് നെക്കാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ രണ്ട് സൈഡിലും നെക്കിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇവിടെ ഞാൻ ക്രോസ് പീസാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വീതി ഏകദേശം ഒരു 1.5 ഇഞ്ചായിരിക്കും. കണ്ടോ ഇതേപോലെ നമ്മുടെ നെക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാനുള്ള ക്രോസ് പീസ് എടുത്ത് ഞാൻ ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ക്രോസ് പീസ് ഇതേപോലെ ഒന്ന് മടക്കി കണ്ടോ ഇതേപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കിയിട്ട് വേണം നമുക്ക് നെക്കിൽ വെച്ച് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് ക്രോസ് പീസ് ആയതുകൊണ്ട് തന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയാലും ചുളിവുകളൊന്നും തന്നെ വരില്ല. നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി ഞാൻ സ്റ്റിച്ചിങ് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമ്മുടെ ടോപ്പിൻ്റെ ചീത്ത വശമാണ് കേട്ടോ. ചീത്ത വശത്ത് വെച്ചിട്ടാണ് നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അതിന് ശേഷം ഫ്രണ്ടിലോട്ട് അടിച്ച് മറിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഓൾറെഡി നെക്കിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ക്രോസ് പീസ് എടുക്കുക. എന്നിട്ട് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊന്ന് രണ്ടായിട്ട് ഇങ്ങനെ മടക്കുക. ഓക്കെ, അപ്പോൾ ചീത്ത വശം ഉള്ളിൽ വരത്തക്ക രീതിയിൽ രണ്ടായിട്ട് മടക്കണമേ. എന്നിട്ട് ഈ ഒരു അറ്റം കണ്ടോ, ഈ ഒരു അറ്റം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇങ്ങനെ ഇപ്പോൾ വേണമെന്നുള്ളവർ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിങ്ങനെ മടക്കി വെച്ചൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നില്ല കേട്ടോ. എന്നിട്ട് ഇതെടുത്ത് നമ്മുടെ നെക്കിൻ്റെ ഇങ്ങോട്ടേക്ക് ചേർത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടോ ഇതേപോലെ ആ സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നെക്ക് റൗണ്ട് ഫുള്ള് ഈ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എത്തി കേട്ടോ. ഇവിടം വരെ എത്തിയപ്പോഴാണ് ക്യാമറ ഓൺ ചെയ്തില്ലെന്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. നമുക്ക് ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് വേണം കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട്. കണ്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ അറ്റം ഒന്ന് ഫോൾഡോടെ ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കി സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ക്രോസ് പീസ് രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് സ്റ്റിച്ച് ചെയ്യുക. അത്രേ ഉള്ളൂ. കണ്ടോ ഇതേപോലെ കൈകൊണ്ടിങ്ങനെ രണ്ടായിട്ട് മടക്കി മടക്കി കൊടുത്താലും മതിയാവും. അപ്പോൾ ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്ത് ഇതിൻ്റെ ലാസ്റ്റ് വരെ എത്തിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്യാനായിട്ട് ഒരു 1/2 ഇഞ്ച് കൂടെ വിട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. കണ്ടോ, എന്നിട്ട് നമുക്ക് ഈ ഒരു അറ്റം വരുന്നത് ഒന്ന് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആദ്യമേ തന്നെ ചെയ്തതുപോലെ തന്നെ ഈ അവസാനം വരുമ്പോഴും ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തുമ്പോഴും നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് നിർത്താനായിട്ട്.
അപ്പോൾ ഇതാ നമ്മുടെ നെക്ക് ഞാൻ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ കുർത്തിയിലൊക്കെ ചെയ്യുന്ന പോലെ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ കട്ടിങ്സുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് തിരിച്ച് ഇതിൻ്റെ നല്ല വശത്തോട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിപ്പോൾ കാണുന്ന തുണിയുടെ നല്ല വശമാണ്. അപ്പോൾ ഈ ക്രോസ് പീസ് നല്ല വശത്തോട്ട് ഇങ്ങോട്ട് കണ്ടോ, ഈ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് തിരിച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് പതിച്ച് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ആദ്യമേ തന്നെ ഈ മുകൾ ഭാഗത്തുകൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്യാം. കംപ്ലീറ്റ് റൗണ്ടിലും ഈ മുകൾ ഭാഗത്തൂടെ മാത്രം ആദ്യം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമ്മൾ മുകൾ ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്തല്ലോ. ഇനി ചെയ്യേണ്ടത് ഈ തുണി ഇങ്ങനെ ഒന്നുകൂടെ ഒന്ന് പതിച്ച് വെച്ചിട്ട് ഈ താഴ്ഭാഗത്തൂടെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഓക്കെ, ഇപ്പോൾ ഞാൻ ദേ അങ്ങനെ കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് ഇതേപോലെ ഒരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പിലൂടെ നമുക്ക് ചരട് കടത്തി കൊടുക്കാനുള്ളതാണ്. ഇത് ഓപ്ഷണലാണ് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ഭംഗി കുറച്ചുകൂടെ കൂട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ടോപ്പ് ഇതുപോലെ രണ്ടായിട്ടൊന്ന് മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നമുക്ക് ജോയിൻ ചെയ്യാനുള്ള പോയിൻറ്റ്സ് കണ്ടോ, വീഡിയോയിൽ കാണാമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഈ രണ്ട് വരയിലൂടെ നമുക്ക് ജോയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നെങ്കിൽ മുകൾ ഭാഗത്ത് നിന്ന് താഴ്ഭാഗത്തോട്ട് ജോയിൻ ചെയ്തെടുത്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ആദ്യം താഴ്ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം. കണ്ടോ, ഈ രണ്ട് ഇതും ഒരുമിച്ച് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഇവിടെ നിന്ന് മുകളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് പോവാം. അങ്ങനെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. എന്നിട്ട് അവസാനം നിർത്തുമ്പോൾ നന്നായിട്ട് ലോക്ക് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ നമുക്ക് ഒന്ന് പിൻ ചെയ്യാനായിട്ട് ഞാൻ രണ്ട് പിൻസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റായിട്ട് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് രണ്ട് സൈഡിലും പിൻ ചെയ്ത് കൊടുക്കുക. അതാകുമ്പോഴത്തേക്കും തുണി അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി പോവുകയൊന്നുമില്ല. ഇതുപോലെ തന്നെ അടുത്ത സൈഡിൽ നമുക്ക് പിൻ ചെയ്തെടുക്കണം. എന്നിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഇനി ഇതാ സ്റ്റിച്ച് ചെയ്തെടുക്കുവാണ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ താഴ്ഭാഗത്ത് നിന്നാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നന്നായിട്ടൊന്ന് ലോക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് മുകളിലോട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് പോവാം. അപ്പോൾ നമുക്കിവിടെ വേറെ ജോയിനിങ് ഒന്നും ഇല്ല. ഈ ഒരൊറ്റ ജോയിനിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നന്നായിട്ട് ലോക്കിട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതാ ഇവിടം വരെയാണ് കേട്ടോ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ തീരുമ്പോഴത്തേക്കും ലോക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയാൽ മതി. ഇതുപോലെ തന്നെ അടുത്ത സൈഡിൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, വളരെ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അവസാനമായിട്ട് നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഇതേപോലൊരു ചരട് കടത്തി കൊടുക്കാം. ഇത് ത്രെഡ് ഹൗസിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് കിട്ടുന്ന ചരടാണേ. അല്ലെങ്കിൽ നമുക്ക് തുണിയുടെ ചരടുണ്ടാക്കിയാലും മതിയാവും. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തൊരു പിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു ഗ്യാപ്പിലൂടെ ഇതൊന്ന് കയറ്റി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇത് ഫുള്ള് കയറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ചരടിൻ്റെ അറ്റത്തായിട്ട് ഡോറി പോലത്തെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തിടാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് വേറൊരു ഉപകാരം കൂടെ ഉണ്ട്. നമുക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എത്ര വേണേലും അഡ്ജസ്റ്റ് ചെയ്തിടാം. അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഭംഗിയിലേ കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഓണമൊക്കെ ഇപ്പോൾ അടുത്തെത്തി. അപ്പോൾ ഓണം സ്പെഷ്യൽ ഔട്ട്ഫിറ്റിന് നമ്മുടെ ചാനലിൽ ഇടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, സെല്ലിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിനെന്തെങ്കിലും സജഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഓണം സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ടിഷ്യൂ മെറ്റീരിയൽ, ഗോൾഡൻ ടിഷ്യൂ മെറ്റീരിയൽ വിത്ത് താഴ്ഭാഗത്തായിട്ട് കസവ്, ആ ഒരു മെറ്റീരിയൽ ഓണം ഔട്ട്ഫിറ്റ് ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ എനിക്ക് വളരെ ഉപകാരമായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഔട്ട്ഫിറ്റ് വേണമെന്നുള്ളവരും എനിക്ക് മെസ്സേജ് അയയ്ക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്